നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഈ ഒരു വീഡിയോ ഇട്ടപ്പോഴേക്കും ഒരുപാട് കമന്റ്സ്, അതായത് പോസിറ്റീവ് കമന്റ്സ് ആണ് കുറേയെങ്കിലും ചില നെഗറ്റീവ് കമന്റ്സ് ഉണ്ടാവും. അപ്പം അതായത് ഇപ്പൊ കുട്ടികളുടെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇവർക്ക് കുട്ടികൾ ഉണ്ടാവുന്നൊന്ന് കാണട്ടെ എന്നുള്ള രീതിയിലൊക്കെ കുറച്ച് കമന്റ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എനിക്ക് അറിയില്ല ചേട്ടൻ കണ്ടിട്ടുണ്ടാവും. ഓൾമോസ്റ്റ് മിക്കതും ഞാൻ ആ 3 വീഡിയോസ് ഇറങ്ങിയിട്ടുണ്ട്. ഒന്ന് നമ്മുടെ MLA നമ്മുടെ കരുനാപ്പള്ളി MLA ചെയർമാൻ സാറിന്റെ ഒരു സാർ രാവിലെ ഇവിടെ വന്ന് അങ്ങനെ സാറിന്റെ ഒരു വീഡിയോ അതിനകത്ത്. പിന്നെ GCN ചാനൽ, അത് നമ്മുടെ ഒരു ഫ്രണ്ടാ, പുള്ളിയാണ് ഫസ്റ്റിൽ 1.5 വർഷം മുമ്പ് എൻ്റെ ഒരു വീഡിയോ GCN ചാനലും ചങ്ങാതിക്കൂട്ടം ചാനലുമാണ് ഇത് നേരിട്ട് എൻ്റെ ഇട്ടതാണ്. എന്നിട്ട് ഇതിൻ്റെ ഒരു കമൻറ്റും ഞാൻ കണ്ടിട്ടില്ല. സത്യം പറഞ്ഞാൽ ഈ ഒരു 3 വീഡിയോസ് ഞാൻ കണ്ടിട്ടില്ല. കാരണം ഞാൻ കണ്ടില്ലേലും എനിക്ക് വരുന്ന മെസ്സേജ് ഫോൺ കോൾ അവൻ്റെ അഭിപ്രായങ്ങളാണ്. ഞാൻ എനിക്കറിയാം കമൻറ്റ് വരും, നെഗറ്റീവ് കമൻറ്റ് വരുന്ന കാരണമുണ്ട്. 1.5 വർഷം മുമ്പ് വീഡിയോ ഇട്ടപ്പോൾ തന്നെ അതിനകത്ത് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കമൻറ്റ് വന്നത്. പക്ഷേ ഈ നെഗറ്റീവ് കമൻറ്റ് ഇടുമ്പോൾ ഇത് വായിക്കുന്നവർക്ക് പോസിറ്റീവ് ഇടാൻ അന്നൊരു ഒരു ധൈര്യം വരും. ഇപ്പം നെഗറ്റീവ് ഉണ്ടായാലേ അവിടെ ഒരു പോസിറ്റീവ് വരത്തുള്ളൂ. ഇപ്പം നെഗറ്റീവ് ഇല്ലെങ്കിൽ, പരാജയം ഇല്ലെങ്കിൽ വിജയം വരത്തില്ല. ഇങ്ങനെ പറയുന്ന ആൾക്കാരോട് എന്താ പറയാനുള്ളത്? കാരണം ഇത് നിങ്ങൾ കല്യാണം കഴിച്ചേ ഉള്ളൂ, അതിന് മുമ്പേ തന്നെ കുട്ടികളുടെ കാര്യങ്ങളും അതിന്റെ കാര്യങ്ങളും വീട്ടുകാരുടെ കാര്യങ്ങളും ഒക്കെ അന്വേഷിച്ച് ആളുകൾ അവർക്കാണ് ടെൻഷൻ തോന്നുന്നത്. ഇങ്ങനെ പറയുന്ന ആൾക്കാരോട് എന്താ പറയുന്നത്? അല്ല, അത് നമ്മള് മനുഷ്യരല്ലേ. അതിപ്പോ അങ്ങനെ നമ്മൾ ആരെയും ഒരു വേർതിരിച്ച് കണ്ട. അപ്പം ഒരു പക്ഷെ എൻ്റെ ഇപ്പൊ ഈ ഒരു കല്യാണോടാ ചിലപ്പോൾ നാളെ ഒരു കുട്ടി ഉണ്ടാകും, അല്ലെങ്കിൽ അതിപ്പോൾ സ്വാഭാവികമാണ്. ഇപ്പം നോർമലി കല്യാണം കഴിക്കുന്നവർക്ക് ഉണ്ടാവുന്നില്ല, മനസ്സിലായോ പറഞ്ഞത്? നോർമലി അതൊക്കെ ദൈവനിശ്ചയമാണ്, അതൊക്കെ ദൈവത്തിൻ്റെ കയ്യിലാണ്. അതിപ്പോൾ പറയുന്നവർക്ക് അത് ശരി, അവർ പറഞ്ഞോട്ടെ, നമ്മൾ ഉൾക്കൊള്ളായിരുന്ന പറയും. നമ്മളത് വായിക്കുന്നു, അതൊരു തമാശ എടുക്കുന്നു. പോസിറ്റീവിന് നമ്മൾ ലൈക്ക് അടിക്കുന്നു, അല്ല അതിൻ്റെ കമൻറ്റ് തിരിച്ച് റീപ്ലൈ കൊടുക്കുന്നു. മറ്റേ നെഗറ്റീവിന് നമ്മൾ മൈൻഡ് ചേർത്താൽ പോരെ. ഇപ്പം ഒരു വീട്ടിലിപ്പോൾ ഒരു വീട്ടിൽ 4 പേരുണ്ടെങ്കിൽ പോലും 4 അഭിപ്രായം വരും. 3 പോസിറ്റീവ് വന്നൊരു നെഗറ്റീവ് വരും. അതിലെല്ലാം കണക്ക് കൂട്ടുക. അല്ല, നമ്മൾ നെഗറ്റീവ് ഇല്ലെങ്കിൽ, നെഗറ്റീവ് ഉണ്ടായാലേ പോസിറ്റീവ് വരത്തുള്ളൂ. നിങ്ങൾ ഇപ്പൊ ഒരു ഭർത്താവും ഭാര്യയായിട്ടുള്ള ഒരു എന്താ പറയാ, ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തിട്ട് എങ്ങനെയുണ്ട്? അതിനകത്ത് അങ്ങനെ ഒരു ഭർത്താവ് ഭാര്യ എനിക്കൊന്നും, നമ്മുടെ തമാശ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും, അങ്ങനൊന്നും ഇല്ല. ഭർത്താവ് ഭാര്യ അങ്ങനൊരു, ഇപ്പം നമുക്ക് ഭർത്താവ് ഭാര്യയായിട്ടല്ലല്ലോ, ഒരു ഫ്രണ്ട്ലി, ഒരു കൂട്ട്, ഒരു ജീവിത പങ്കാളി എല്ലാം ഉൾക്കൊള്ളുന്നതാണ് ഒരു അങ്ങനെ. അപ്പം ഞാനൊക്കെ നോക്കുന്നത്. അല്ലാതെ ഭാര്യയ്ക്ക് ഭാര്യ അങ്ങനൊന്നുമല്ല. കളിതമാശകളാവാം, പിന്നെ എന്താ പറയുക, ഒരു ഫ്രണ്ട്സ് ആവാം, എല്ലാം കൂടെ ഒത്തുചേർന്നല്ലേ അതിനൊരു രസമുണ്ടാവും. പിന്നെ അല്ലാതെ ഭാര്യ പണ്ടത്തെ രീതിയിലാണ് ഭാര്യ തന്നെ. അപ്പം എല്ലാം ഒരേ മൈൻഡ്. കാരണം ഞാൻ എല്ലാവരോടും സഹകരിക്കുന്നൊരു വ്യക്തിയാണ്. എൻ്റെ ഹോസ്പിറ്റലായാലും, പിന്നെ ഈ പുറത്തായാലും, ഈ നമ്മുടെ നമ്മുടെ കൂട്ടുകാർ എല്ലാവരും നമ്മൾ ഒരേ രീതിയിൽ സഹകരിക്കുമ്പോൾ എല്ലാവർക്കും എന്നെ അറിയാം. നമ്മൾ ആരോടും ഒരു വേർതിരിവ് കാണിക്കാതെ തന്നെ നമ്മൾ എല്ലാവരും, പിന്നെ ഒരുപാട് നമ്മൾ എല്ലാവരോടും നല്ല രീതിയിൽ എല്ലാവരും ചേർത്ത് നിർത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ആ ഒരു ഒറ്റപ്പെടലോ കാര്യങ്ങളോ അറിയാൻ പറ്റും. സംസാരിക്കുമ്പോൾ എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട്. അങ്ങനത്തെ ഒരു ഫീലൊന്നും അടിച്ചിട്ടില്ല. ഞാനെല്ലാം ഒട്ടുമിക്ക മേഖലയിൽ എല്ലാവരുടെയും കൂടെ, ഇപ്പൊ കൊച്ചു കുട്ടിയോട്ട് വലിയവർ വരെ ഞാൻ എല്ലാ രീതിയിലും ഒരേപോലെ എല്ലാവരോടും സംസാരിക്കുകയും സഹകരിക്കുകയും ചെയ്യും. കാരണം നമുക്ക് ഒരു ഫ്രണ്ട്ഷിപ്പിനെ കാട്ടി വലുത് വേറൊന്നുമില്ല. ചേച്ചിയിൽ കണ്ടിട്ടുള്ള ഒരു ക്വാളിറ്റി എന്താണ് ചേട്ടന് പെട്ടെന്ന് തോന്നുന്നത്? ഇല്ല, ക്വാളിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങനെ കൊണ്ടുവരുമ്പോൾ നോക്കാൻ കാണിക്കുന്ന ഒരു മനസ്സാണ് ഏറ്റവും വലിയ ക്വാളിറ്റി, അല്ലേ? പല സൗന്ദര്യമോ വിദ്യാഭ്യാസമോ ഒന്നുമല്ല. ഞാനവരുടെ വീട്ടിൽ ചെന്ന് സംസാരിച്ചത് ഈ കാര്യം തന്നെയാണ്. ഇപ്പം നിങ്ങളിൽ എന്തുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പണം, സൗന്ദര്യം, വിദ്യാഭ്യാസം ഒന്നുമല്ല. അപ്പം ഈ ഇരിക്കുന്ന എൻ്റെ കൂടെ നിന്ന് എന്നെ കെയർ ചെയ്യാനൊരു മനസ്സുണ്ടോ, ആ മനസ്സിലാണ് സൗന്ദര്യം. അതിപ്പം ഈ നാളെ ഇത് കാണുന്ന അപ്പം പറയുമ്പോഴേ എന്നെപ്പോലുള്ള ഒരുപാട് വ്യക്തികൾ ഒരു റൂമിനകത്ത് തന്നെ ഒരു റൂമിൽ തന്നെ ഒരു ലോകമായിട്ട് കഴിയുന്നവരുണ്ട്. അവരുടെ വീട്ടുകാർക്ക് തന്നെ ഒരു പുറത്തിറക്കാത്തവരും ഉണ്ട്. അതായത് ഇങ്ങനൊരു ആള് അവരുടെ വീട്ടിലുണ്ടെന്ന് പറയാൻ പോലും മടി കാണിക്കുന്ന വീട്ടുകാരുള്ള ഉണ്ട്, എനിക്കറിയാം. കല്യാണത്തിന് കൊണ്ടുപോകാൻ പോലും മടിക്കുന്ന, കല്യാണത്തിന് പുറത്തോട്ടിറക്കാൻ പോലും മടിക്കുന്ന ഒരുപാട് പേരുണ്ട്, ആൺകുട്ടികളെയും പെൺകുട്ടികളെയും. കാരണം എൻ്റെ അറിവിൽ ഒരുപാട് ഫ്രണ്ട്സ് എനിക്ക് ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. അന്നേരം നമുക്ക് കിട്ടുന്നവരോടൊക്കെ ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, നാളെ ഇപ്പം ഈ പറയുന്ന അച്ഛനും അമ്മയും എന്നും കാണത്തില്ല.
അപ്പം അവർ ഒറ്റപ്പെട്ടു പോകും അവരുടെ വീട്ടിൽ. ഒരു റൂമിനകത്തുള്ള അവരുടെ ലോകം, മൊബൈലും ഉണ്ടെങ്കിൽ അവർക്കൊരു ലോകമാണ് ആ ഒരു 4 ചുവരുകൾക്കുള്ളിൽ. അന്നേരം അത് അങ്ങനെ ആക്കാതെ അവരെ സമൂഹത്തിൽ ഇറക്കി, ചിലപ്പം ഈ സോഷ്യൽ മീഡിയ വരെ ചിലപ്പോൾ ഒരു വീഡിയോ മതിയായി ചിലപ്പോൾ അവർക്കൊരു ലൈഫ് കിട്ടാൻ. അതാണ് ഞാനിപ്പോൾ ഇങ്ങനൊരു ഇൻ്റർവ്യൂ ഞാൻ ഒട്ടും പ്രതീക്ഷയല്ല. വീഡിയോസ് വൈറലാവുമെന്ന് എനിക്കറിയാം. പ്രത്യേകിച്ച് ഉച്ചറ പരബ്രഹ്മ ക്ഷേത്രത്തിൽ വെച്ച് നടന്ന്, പ്രത്യേകിച്ച് കാരണം എന്നെ അറിയാത്തൊരാരുമില്ല അവിടെ. ഞാൻ ക്ഷണിക്കാത്തവരാണ് അവിടെ ഏറ്റവും കൂടുതൽ കല്യാണത്തിന് വന്നിരിക്കുന്നത്. ഇത് കല്യാണം കാണണമെന്ന് ആഗ്രഹിച്ച് കേരളം മൊത്തം അറിഞ്ഞിട്ടുണ്ട്. എനിക്ക് അതിനപ്പുറം അറിഞ്ഞിട്ടുണ്ട്. കാരണം ഈ ഏറ്റവും കൂടുതൽ എൻ്റെ റിലേറ്റീവായാലും ഏറ്റവും അടുത്ത ഫ്രണ്ട്സുകളായപ്പോലും എൻ്റെ കൂടെ കട്ടയ്ക്ക് നിന്നവരായപ്പോലും അവർക്ക് പോലും ഇത് കാണാൻ ഉള്ളൊരു ഒരവസരം കിട്ടിയില്ല. അവിടെ വന്ന ഭക്തജനങ്ങളായാലും അവിടുത്തെ ആൾക്കാരായാലും ഇത് പ്രതീക്ഷിക്കാതെ വന്നവരും ആണ് ഈ കല്യാണം നേരിട്ട് കണ്ടത്. അത്രയ്ക്കും നല്ല ജനത്തിരക്ക്. അത് മഹാദേവൻ്റെ ഒരൊറ്റ ഇത് തന്നെ നല്ലൊരു എനിക്കൊരു, കാരണം നമ്മളെപ്പോഴോ ആഗ്രഹിച്ചൊരു സംഭവം അത് ആ മണ്ണിൽ തന്നെ നടത്തി തന്നല്ലേ. ഞാൻ ചേച്ചീനോട് കൂടി ചോദിക്കട്ടെ, ഈ ചോദ്യം തന്നെ ഞാൻ ചോദിക്കാൻ പോണേ. ചേട്ടനെ കണ്ടിട്ടുള്ള ക്വാളിറ്റീസ് എന്തൊക്കെയാ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി കണ്ടിട്ടുണ്ടാവുമല്ലോ, എന്തൊക്കെയാ അത്? ഞാൻ അധികം ക്വസ്റ്റ്യൻസ് ചോദിക്കാതിരുന്നത് ചേച്ചി ഇങ്ങനെ അധികം ഒന്നും സംസാരിക്കാത്തൊരു കൂട്ടത്തിലായതുകൊണ്ട്. അങ്ങനെ നമ്മൾ ചോദിക്കുന്നതിന്റെ മറുപടി വേണം. ഇപ്പൊ ഇവിടെ ആയാലും എല്ലാ കാര്യങ്ങളൊക്കെ നോക്കും. അത്യാവശ്യം എല്ലാ ജോലിയൊക്കെ ചെയ്യും, എല്ലാ കാര്യങ്ങളും ചെയ്യും, എല്ലാം ഓടി നടന്ന് എല്ലാം കാര്യങ്ങളൊക്കെ ചെയ്യും, കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോ എങ്ങനെയാണ് നിങ്ങളുടെ എവിടെയെങ്കിലും യാത്രകളോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടോ? പ്ലാനുണ്ട്, പക്ഷേ നമുക്ക് ലീവ് അങ്ങനെ കിട്ടത്തില്ല. ഇപ്പൊ തന്നെ എനിക്ക് 5 ദിവസം ലീവാണ് കിട്ടിയത്. ഇന്ന് ഞാൻ പോയി ജോയിൻ ചെയ്തു. അതാ നിങ്ങൾ വിളിച്ചപ്പോഴും ഞാൻ ഇന്ന് വൈകിട്ട് വരാൻ പറഞ്ഞതാ. കാരണം ഇന്നലെയൊക്കെ ഞാൻ ഫ്രീ ആയിരുന്നു, പക്ഷെ ഇന്നലെ ഞാനിവിടെ ഇല്ലായിരുന്നു. അതാ പ്ലാനുണ്ട്. ഞാൻ ഒരുപാട് യാത്രകൾ ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടം യാത്രകളാണ്. ഞാൻ കേരളം വിട്ടൊക്കെ പോകുന്ന വ്യക്തിയാ. അന്നേരം പിന്നെ എനിക്ക് രണ്ടുപേർക്കും കൂടി പോവാലോ അല്ലേ? അതൊക്കെ പോവാൻ സമയമുണ്ട്. എന്തെങ്കിലും ആഗ്രഹങ്ങൾ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എന്നെ ഇവിടെ കൊണ്ടോണോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ഒരു ആഗ്രഹവും ഞാൻ പറഞ്ഞിട്ടില്ല. ഒന്നും പറഞ്ഞിട്ടില്ല അല്ലെ? ആഗ്രഹം മനസ്സിലാക്കി ചെയ്യാൻ ഇങ്ങോട്ട് ചോദിച്ചായിരുന്നു ആഗ്രഹം വല്ലതും ഉണ്ടോ? ഞാൻ പറഞ്ഞില്ല, ഒരാഗ്രഹം പറഞ്ഞായിരുന്നു. അവരുടെ അടുത്തൊരു അമ്പലത്തിൽ പോകണം. ഒരാഗ്രഹമേ ഞാൻ എന്റെ കൂടെ വരണം. അവരുടെ തൊട്ടടുത്തൊരു അമ്പലത്തിൽ ഒരു നേർച്ചയുണ്ട്, അത് എന്റെ കൂടെ വരണം. ഞാൻ പറഞ്ഞു വരാം. ആഗ്രഹം പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ച വേറെ എവിടെയെല്ലാം പോയി. അത് നമുക്ക് 1 മണിക്കൂറത്തെ കാര്യമല്ല. അതൊക്കെ ഞാൻ വരുന്നു. ഞാൻ ഇങ്ങനെ ചോദിച്ചു, എന്തെങ്കിലും ഇവിടെ പോകണമെന്ന് ആഗ്രഹമുണ്ടോ? അങ്ങനെ ആഗ്രഹമില്ല, എന്നാലും ഉണ്ട്. എനിക്ക് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു അമ്പലത്തിൽ ഒരു നേർച്ചയുണ്ട്, അത് അണ്ണൻ്റെ കൂടെ വരണം. നമ്മൾ പിന്നെന്താ വരാം. ഞാൻ വിചാരിച്ചോണ്ട് സന്തോഷല്ലേ നമ്മുടെ മനസ്സിൽ. ഞാനങ്ങനെയല്ല, ഞാൻ പൂനായിക്ക് മധ്യപ്രദേശ് അങ്ങനെ ഇതെല്ലാം ഞാൻ പോയിട്ടുള്ളതാ. എൻ്റെ റിലേറ്റീവ് മൊത്തം അവിടെ, അവരെല്ലാം കല്യാണത്തിനുണ്ടായിരുന്നു. ഇപ്പോൾ അവരെല്ലാവരും ഉണ്ടായിരുന്നു. എനിക്ക് പോകാനാണ് അവിടെ എല്ലാം പോവാം. ഇനിയിപ്പോ തുടങ്ങാൻ പോവാണല്ലേ യാത്രകളൊക്കെ? ഞാനിവിടെ എല്ലാം പോയിട്ടുണ്ട്, എല്ലായിടം പോയിട്ടുണ്ട്. ഞാൻ 5 തവണ എന്നെ പൂനായിക്ക് പോയിട്ടുണ്ട്. എൻ്റെ മാമാർ ഇന്നലെയാണ് പോയത്. അവരാണ് വന്ന് എൻ്റെ കൂടെ നിന്ന് കല്യാണം എല്ലാം നടത്താനും എല്ലാം നമ്മുടെ കൂടെ നിന്നു. എല്ലാവരും ഒരേപോലെ. പക്ഷെ ആരും ആ വീഡിയോക്കകത്ത് പറയുന്നത് എൻ്റെ കൂട്ട തന്നെ ആരും ഒരു വേർതിരിച്ച് കാണാതെ എല്ലാവരും ഒരേ മനസ്സോടെ കൂടെ ഇല്ല. അതൊരു ഭയങ്കര സന്തോഷം. ഒരുപാട് പേര് ഇനിയും അങ്ങനെ ഹാപ്പി ആയിട്ട് പോട്ടെ, ലൈഫ് കടിച്ചു പൊളിച്ച് പോകാൻ പറ്റട്ടെ. ഇതുപോലെ തന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കും. അപ്പോൾ നിങ്ങളുടെ ലൈഫ് അടിപൊളിയായിട്ട് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റട്ടെ. താങ്ക് യു. നന്ദി.